ജാതകത്തിൽ ശനി ഓരോ രാശിയിലും നിൽക്കുന്നു. ലളിതമായി നമുക്ക് എന്ത് ചെയ്യാം എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ലളിതമായി, വളരെ ലളിതമായി നമ്മുടെ ശീലത്തിൽ കൊണ്ടുവരാൻ. എന്തുകൊണ്ടാണ് ഈ ശീലത്തെ എപ്പോഴും പറയുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. ശീലം ശീലം ശീലം. വിദേശേഷു വിദ്യാധനം വ്യസനേഷു ബുദ്ധിർധനം പരലോകേ ധനം ധർമ്മം ശീലം സർവത്ര വൈ ധനം. നല്ല ശീലങ്ങൾ എന്നും എല്ലാ സ്ഥലത്തും ധനമായി വർത്തിക്കുന്നു. അപ്പം ഈ ധനം എന്ന് പറയുന്നത് സാധാരണക്കാരന് എപ്പോഴും നേരെ രൂപയാണ്, അല്ലെങ്കിൽ ഡോളറാണ്, മണി, അതിലേക്കാണ് മനസ്സ് പോകുന്നത്. അങ്ങനെയല്ല. സുഖപരസാധനത്വാത് സുഖശബ്ദേന ധനമപി ഗൃഹ്യതേ. ഇതിൽ നിന്നാണോ സുഖം ഉണ്ടാകുന്നത്, സുഖം എന്ന അവസ്ഥ നമുക്ക് ലഭിക്കുന്നത്, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വികാരം, ഇമോഷൻസ് ഉണ്ടാകുന്നത്, ആ കാര്യങ്ങളെല്ലാം തന്നെ ധനം എന്ന ശബ്ദം കൊണ്ട് ഗ്രഹിക്കണം. ധനം എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലെങ്കിൽ രൂപ എന്നുണ്ട്, അത് വേറെയാണ്. അപ്പോൾ ഇവിടെ ധനം എന്ന വാക്ക്, ശീലം സർവത്ര വൈ ധനം, എല്ലാ സ്ഥലത്തും ധനമായിട്ട് വർത്തിക്കുന്നു എന്നുള്ളത്, അതിൽ നിന്നൊക്കെ നമുക്ക് നല്ല ശീലങ്ങൾ സത്ഫലത്തെ നൽകുന്നു, ഇല്ലെങ്കിൽ സുഖത്തെ പ്രദാനം ചെയ്യുന്നു എന്ന രീതിയിൽ മനസ്സിലാക്കുക. ജാതകത്തിൽ മേടം രാശിയിൽ, വൃശ്ചികം രാശിയിൽ, ചിങ്ങൻ രാശിയിൽ ശനി നിൽക്കുന്ന സമയത്ത് ജനിച്ച ഒരാൾ ലളിതമായി എന്തു ചെയ്യാം? ശിവന് വിളക്ക് കത്തിക്കുക, നല്ലെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കുക. ഇടവം രാശിയിലോ തുലാം രാശിയിലോ നിൽക്കുകയാണെങ്കിൽ പാല് കൊണ്ട് ദേവന് അഭിഷേകം കഴിക്കുക. ശാസ്താവിന് ചെയ്യുന്നു, ശിവന് ചെയ്യുന്നു. അടുത്തത് ബുധക്ഷേത്രമായ മിഥുനം, കന്നി. ഇതിൽ ബൗദ്ധേ ചന്ദനമാര്യ മന്ദിരഗതേ മാലാ പ്രസൂനാനിവ. അപ്പൊ ബൗദ്ധേ ചന്ദനം, ഇപ്പൊ കളഭം മുതലായവ, ഇപ്പൊ കളഭച്ചാർത്ത്, കളഭം കൊണ്ട് അഭിഷേകം എന്നിങ്ങനെ നമുക്ക് നടത്താവുന്നതാണ്. കർക്കിടകം രാശിയിൽ കഞ്ഞിവെഴുത്ത് മുതലായവ, അതായത് മുമ്പ് പറഞ്ഞതുപോലെയുള്ള അന്നദാനം വളരെ ഏറെ ഗുണം ചെയ്യുന്നു. ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ശനിയെ കൊണ്ട് ആ ദോഷഫലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നദാനം വീണ്ടും ഗുണം ചെയ്യും. ഇനി ധനുരാശിയിലോ മീനം രാശിയിലോ സ്ഥിതിയുള്ള ശനിക്ക് സ്ഥിതി ഉണ്ടെങ്കിൽ പുഷ്പാഞ്ജലി മുതലായവ ചെയ്യിപ്പിക്കുക. അപ്പോൾ ശാസ്താവിനാവുമ്പം നീല ശംഖുപുഷ്പം കൊണ്ട് അർച്ചിക്കുക, ഇല്ലെങ്കിൽ തുളസി മുതലായവ എന്താണോ അത്. ശിവന് കൂവളം കൊണ്ട്, വിൽവപത്രം എന്ന് പറയും, വിൽവം എന്ന് പറയും. നമ്മുടെ മലയാളക്കരയിൽ കൂവളം എന്ന ശബ്ദമാണ് ഉപയോഗിക്കുന്നത്. കൂവളം കൊണ്ട് അർച്ചിക്കുക. അപ്പോൾ കൂവളം കൊണ്ട് മൃത്യുഞ്ജയാർച്ചന ചെയ്യാം. മന്ദർഘേകലു ഭൂഷണാനി. അപ്പോൾ മകരം രാശിയിലോ കുംഭം രാശിയിലോ ആണ് ശനി സ്ഥിതിയെങ്കിൽ ഭൂഷണം അറിയാമല്ലോ, അലങ്കാര വസ്തുക്കൾ, മാല, ഹാരം മുതലായവ. ഇപ്പം മണമുള്ള പൂക്കൾ വാങ്ങിച്ച് നല്ലവണ്ണം ഒരു ഹാരം ഉണ്ടാക്കുക. എന്നൊക്കെ കടയിൽ നിന്ന് കിട്ടുന്നത് തന്നെയാണ്, വീട്ടിൽ കിട്ടാൻ ആളില്ല, ആ ലെവലിലേക്കായി കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സാധിക്കുന്ന രീതിയിൽ ചെയ്യുക. ഇവിടെ ഒരു കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നാം ഈ തുളസി വാങ്ങിച്ച് ദേവന് സമർപ്പിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. പുഷ്പാഭിഷേകം ഇല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴെല്ലാം തന്നെ തുളസി വളരെ വിശേഷമാണ്. പ്രത്യേകിച്ച് വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോകുന്നു, പത്മനാഭൻ്റെ അവിടെ പോകുന്നു, ഗുരുവായൂരിൽ പോകുന്നു, ഇല്ലെങ്കിൽ ഏതൊരു വിഷ്ണു, കൃഷ്ണൻ, ശ്രീരാമൻ എന്നീ ദേവതകളുടെ, വൈഷ്ണവ സംബന്ധമായ ദേവതകളുടെ ക്ഷേത്രത്തിൽ പോകുന്നു. അത് പോകുമ്പോൾ തന്നെ നമ്മൾ ആദ്യം വാങ്ങിക്കുന്നത് തുളസിയാണ്. മറ്റെല്ലാ ദേവനും അതുപോലെ തന്നെയാണ്, തുളസി വാങ്ങിക്കുന്നുണ്ട്. വാങ്ങിച്ച് നേരെ കൊണ്ട് നടക്കി വയ്ക്കും. ഇതൊരു 10 പേർ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. കാരണം ആ ശീലം നമ്മളിൽ നിന്ന് അകന്നുപോയി. നമ്മൾ നേരെ പോകുന്നു, 20 രൂപയ്ക്ക് തുളസി വാങ്ങിക്കുന്നു. അത് അങ്ങനെ കൊണ്ട് അവർ തുളസി ചെടി തന്നെ കയ്യിൽ തരും. അപ്പം തുളസിയുടെ തണ്ട് എല്ലാം ഉണ്ടാവും. ഇത് വാങ്ങിച്ച് നമ്മൾ കൊണ്ട് നടക്കൽ വെച്ചിട്ട് നമ്മൾ സ്വയം വിചാരിക്കുകയാണ് ഭഗവാന് നാം തുളസി സമർപ്പിച്ചു എന്ന് വിചാരിക്കുകയാണ്. അപ്പം നമ്മുടെ ഉദ്ദേശം എന്താണ്? ഇത് നടക്കി വെച്ചിട്ടുണ്ട്, അകത്ത് ഉള്ള ശാന്തിക്കാരൻ ഈ തുളസി എടുത്ത് കഴുകി വൃത്തിയാക്കി തുളസി ഇല മാത്രം മാറ്റി ആ തണ്ടെല്ലാം കൂടി കളഞ്ഞിട്ട് അർച്ചിച്ചു കൊള്ളണം എന്നുള്ള നമ്മുടെ ധാരണ. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ച് കാണില്ല. കാരണം നമുക്ക് മുന്നേ ഉള്ള ആൾക്കാർ ചെയ്യുന്നത് കണ്ട് ഇത് തന്നെ ചെയ്യുന്നു. ഈ പൂക്കടയിൽ നിന്ന് വാങ്ങിക്കുന്നു. പൂക്കടക്കാരൻ ഇത് ഇറുത്തൊന്നും വെക്കാനുള്ള സമയമൊന്നുമില്ല, ആർക്കുമില്ല. അപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന അഭിപ്രായം, നമ്മൾ 100 രൂപയ്ക്കോ 500 രൂപയ്ക്കോ തുളസി വാങ്ങിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. 5 രൂപയ്ക്കോ 2 രൂപയ്ക്കോ തുളസി വാങ്ങിച്ച് 2 ഇല മതി.
വാങ്ങിച്ച് അതിനെ ക്ലീൻ ചെയ്യുക, ഒന്ന് കഴുകി വൃത്തിയാക്കി തുളസി ഇല മാത്രം ഇറുത്ത് ദേവന്റെ മുമ്പിൽ നടക്കൽ കൊണ്ടുവെക്കുക. അതിൽ നമുക്ക് തന്നെ ഒരു തൃപ്തി വരും. ഇന്ന് 1000 രൂപയ്ക്ക് ഞാൻ തുളസി വാങ്ങിച്ചു കൊടുത്തു പുഷ്പാഭിഷേകത്തിന്. തുളസി ചെടിയെല്ലാം കൂടി ദേവന്റെ ശിരസിലേക്ക് തട്ടുകയാണ്. എന്നിട്ട് നമ്മൾ കേമത്തം നടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനവൻ ചിന്തിക്കുക, നമ്മുടെ വീട്ടിലെ ഒരു കാര്യം, ഒരു വീട് നിർമ്മാണത്തിന് നാം ഓരോ ടൈല്, പെയിന്റ് ഇതൊക്കെ വാങ്ങിക്കുന്ന എത്ര ശ്രദ്ധ കൊണ്ടാണ് നാം ഇതൊക്കെ ചെയ്യുന്നത്. ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുന്നു, ഒരു 100,000 പ്രാവശ്യം ഉള്ള സാരി എല്ലാം കൂടി എടുത്ത് താഴെ ഇട്ട് അയാളുടെ പ്രാക്കെല്ലാം കൂടി കേട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുന്നു, തിരിച്ചു വെക്കുന്നു, പോകുന്നു, മറ്റു കടയിൽ പോകുന്നു. ഇത്രയും ശ്രദ്ധ നമ്മൾ കാണിക്കുന്നു. പക്ഷെ ഒരു 5 രൂപയുടെ തുളസി വാങ്ങിച്ച് ദേവന് വെക്കുമ്പോൾ അത് ഇറുത്ത് നല്ലവണ്ണം കഴുകി വെക്കാനായിട്ട് ശ്രദ്ധയില്ല. പക്ഷേ ഫലം ലഭിക്കണം. ഫലം ലഭിച്ചില്ലെങ്കിൽ നേരെ ജ്യോത്സ്യൻ്റെ അടുത്ത് പോവും. താങ്കൾ പറഞ്ഞതുപോലെ 11 ശനിയാഴ്ച അല്ലെങ്കിൽ 12 ശനിയാഴ്ച ശാസ്താവിൻ്റെ അവിടെ തുളസി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, ഫലമൊന്നും കിട്ടിയില്ല. ഫലം പ്രതീക്ഷിക്കുന്നതിൽ ഒരു മാറ്റവുമില്ല. പക്ഷെ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ പറയുവാൻ ആഗ്രഹിച്ചത് ഏവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ദയവ് ചെയ്ത് തുളസി വാങ്ങിച്ച് വെക്കുമ്പോൾ ക്വാണ്ടിറ്റി അല്ല, നമുക്ക് ക്വാളിറ്റിയാണ് വേണ്ടത്. 2 ഇല വെച്ചാലും മതി. അത് വൃത്തിയായി കഴുകി ദേവന്റെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരു ആചാരമാകും. നിങ്ങളെ കണ്ട് മറ്റുള്ളവർ പഠിക്കും. ഇന്ന് ഒരാൾ നല്ലത് ചെയ്താൽ ഇനി ഒരു 5-10 വർഷം കൊണ്ട് കുറേയൊക്കെ മാറ്റങ്ങൾ വരും എന്ന പ്രതീക്ഷയിലാണ് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തത്. നമസ്കാരം.